ഹായ് എവരി വൺ, വെൽക്കം ടു ടിപ്പ് സ്റ്റോറീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിലെ 3rd ചാപ്റ്ററിലെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിനി ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ച പോർഷൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അത് ചെന്ന് കാണുക. എന്നാലാണ് ക്ലാസ്സിൻ്റെ തുടക്കം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്, ദിസ് ഈസ് ആർ പബ്ലിക് എൻ്റർപ്രൈസസ് ബോത്ത് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ്. The Act defines its powers and functions, rules and regulations, governing its employees and its relationship with the government departments. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്, പാർലമെൻറ്റിൽ നമ്മളൊരു സ്പെഷ്യൽ ആക്ട് നടപ്പിലാക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ നിലവിൽ വരിക എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ നിലവിൽ വരണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ആക്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അല്ലാതെ നമുക്കൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ആക്റ്റിൽ തന്നെ എന്ത് പറയുന്നുണ്ട്, ഇവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ പവറുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനെ സ്വന്തമായിട്ട് എന്തുണ്ടാവും, ഇതിൻ്റെ പേരിൽ ബിസിനസ് നടത്താം, അതുപോലെ തന്നെ കരാറുകൾ ഉണ്ടാക്കാനും സ്വത്ത് സമ്പാദിക്കാനും ഒക്കെ എന്ത് ചെയ്യാം, ഇതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനിവിടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ വർക്ക് ഹൗസ് കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ അറിയണമെങ്കിൽ നിങ്ങൾ ഇതും കൂടി പഠിക്കണം. അതുകൊണ്ടാണ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർലമെൻറ്റിലെ ഒരു സ്പെഷ്യൽ ആക്ട് നടപ്പിലാക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ നമ്മൾ കൊണ്ടുവരണം. ആ ഒരു സ്പെഷ്യൽ ആക്ട് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്കവിടെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ അവിടെ പറ്റില്ല. ഈ ആക്റ്റിൽ നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്, ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഇവർക്ക് എന്തൊക്കെ പവർ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളുണ്ട്, അതെങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം, അതുപോലെ തന്നെ കരാറുകൾ ഉണ്ടാക്കാം, സ്വത്ത് സമ്പാദിക്കാം, ആ പ്രോഫിറ്റ് തന്നെ ഇവർക്ക് തന്നെ ഉപയോഗിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും, പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സാണ്. കുറച്ച് പോയിൻറ്റ്സുകളുണ്ട്, നമുക്കത് നോക്കാം. ഫസ്റ്റത്തെ തന്നെ അവിടെ എന്താ പറയുന്നത്, ഓണേഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഹാവ് അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ്, ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഫുൾ ഓണർഷിപ്പ്, അതുപോലെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഗവൺമെൻറ്റിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. സ്പെഷ്യൽ ആക്ട് പാർലമെൻറ്റ് പ്രകാരമാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 1 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ ആക്ട് പാർലമെൻറ്റ് പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്, എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ആൻഡ് അക്വയർ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഇവിടെ എന്താ പറയുന്നത്, സെപ്പറേറ്റഡ് ലീഗൽ എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഇതെന്താണ്,
ഇതിന് സ്വന്തമായി പ്രോപ്പർട്ടീസ് വാങ്ങാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിൽ കേസ് കൊടുക്കാം, ഇതിനെതിരെ ബാക്കിയുള്ളവർക്ക് കേസ് കൊടുക്കാം. അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസുകളും ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻഡിപെൻഡൻ്റ്ലി ഫിനാൻസ്ഡ് ആൻഡ് ക്യാൻ യൂസ് ഇറ്റ് റവന്യൂ. A statutory corporation is not subject to the same accounting and audit procedures applicable to government departments. ഇവിടെ പറയുന്നത് എന്താ, ഇൻഡിപെൻഡൻ്റ്ലി ഫിനാൻസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് ഇവർക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ പോലെ എന്ത് ചെയ്യേണ്ട, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഇവർക്ക് സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഇവരെന്ത് പറയുന്നു, ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് തന്നെ യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ട്രഷറിയിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇൻ ദ മെജോറിറ്റി കേസിൽ എംപ്ലോയീസ് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആർ റിക്വയർഡ് ആൻഡ് റെമ്യൂണറേറ്റഡ് അണ്ടർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ദ കോർപ്പറേഷൻ ഇറ്റ് സെൽഫ് ഡിറ്റർമിനേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മെജോറിറ്റി കേസിലും എന്താണ് പറയുന്നത്, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് എന്താണ്, സെപ്പറേറ്റഡ് എക്സാംസുകൾ ഒക്കെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. സെപ്പറേറ്റഡ് എക്സാം ഒക്കെ വെച്ചിട്ടാണ് മെജോറിറ്റി കേസിലും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ പറയുന്നത് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലല്ല ഇതിനെ എന്തുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. പോളിസീസ് ആൻഡ് പാർലമെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻ്റൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും പോയിൻ്റാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു മിനിമം ഒരു 5 പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, വിട്ട് കളയരുത്. കാരണം 5 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനായിട്ടാണ് ഇത് കണ്ടുവരാറുള്ളത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയുന്നത്. നമുക്കിനി അഡ്വാൻറ്റേജസ് ആണ് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, ഇൻഡിപെൻഡൻസ് ഇൻ ദയർ ഫങ്ഷനിങ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ട് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, കൃത്യമായി പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാനും ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താ, ഫണ്ട്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഡു നോട്ട് കെയിം ഫ്രം ദ സെൻട്രൽ ബഡ്ജറ്റ്. ദ ഗവൺമെൻറ് ജനറലി ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇൻ ഡയർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തല്ല എന്ത് ഇവർക്ക് ഫണ്ട് കിട്ടുക. ഇവർക്ക് ഇവരുടെ രീതിയിലാണ് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ എന്താണ്, ഇവർക്ക് കിട്ടുന്ന ഫണ്ട് ഇവർക്ക് തന്നെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. വേറെ ഒരു കാര്യങ്ങളിലേക്ക് കൊടുക്കുകയോ മാറ്റുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് കിട്ടുന്ന ഫണ്ട് ഇവർക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്, ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ദേ ഫ്രെയിം ഡയർ വൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിത്തിൻ ദ പവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് തന്നെയാണ് അവരുടെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫ്രെയിം ചെയ്യും. അല്ലാതെ അവിടെ ഗവൺമെൻറ് അല്ല അവിടെ ചെയ്യുക. അവരുടെ പ്രൊസീജിയേഴ്സും പോളിസീസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്, വാല്യുബിൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആര് കൊടുക്കുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അവിടെ നൽകുന്നുണ്ട്. ഈ പറഞ്ഞ 5 പോയിൻ്റാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ക്വിക്ക് ഡിസിഷൻ നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറഞ്ഞു, അവർക്ക് പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസുകളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തല്ല ഇവർക്ക് ഫണ്ട് കിട്ടുക. ഇവർക്ക് ഇവരുടേതായ രീതിയിലാണ് ഇവരുടെ ഫണ്ട് കിട്ടുക. ആ ഫണ്ട് എന്തിലേക്ക്, വേറെ കാര്യങ്ങളിലേക്കൊന്നും മാറ്റേണ്ട, ഇവർക്ക് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ എന്താ പറഞ്ഞത്, അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും, അല്ലാതെ ഗവൺമെൻറ് ഒന്നല്ല.
പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആര് കൊടുക്കുന്നുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അവിടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ? ഗവൺമെൻറ് ഇൻ്റർഫറൻസസ് ഇൻ ദ ഡേ വർക്കിംഗ് അഫക്റ്റ് ദ ഓട്ടോണമി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇടപെടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും ഡേ ടു ഡേ വർക്കിങ്ങിൽ അവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഒരു കാര്യത്തിലൊന്നും ഗവൺമെൻറ് ഇടപെടില്ല ആരും. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും ഡേ ടു ഡേ വർക്കിങ്ങിൽ അവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ അവിടെ പറയുന്നത്? പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഈ പറഞ്ഞ കോർപ്പറേഷനിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ആക്റ്റിൽ മാറ്റം കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നമുക്കവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റിൽ മാറ്റം വരുത്തിയാൽ മാത്രമാണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ് ലീഡ്സ് ടു ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വേണം എന്നുള്ള മോട്ടീവ് ഇവിടെ എന്താണ്? കമ്പാരിറ്റീവ് വളരെ കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? കോർപ്പറേഷൻ വരാനുള്ള കറപ്ഷൻ വരാനുള്ള, അഴിമതി വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.